ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന പ്രോബ്ലം ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ്. രണ്ട് സിഗ്നൽസ് തന്നിട്ടുണ്ട്. ഒരെണ്ണം കണ്ടിന്യൂസും ഒരെണ്ണം ഡിസ്ക്രീറ്റ് ആണ്. ഫസ്റ്റ് വൺ എക്സ് ഓഫ് ടി ആയതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. രണ്ടാമത്തേത് ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ, കേളി ബ്രാക്കറ്റിൽ. അപ്പോൾ ഇത് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് സിഗ്നൽസിൻ്റെയും ഈ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിഗ്നൽ എടുക്കാം, എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്, അതുകൊണ്ടാണ് ടൈം ഡൊമൈനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് മൈനസ് ടി വേണം. അപ്പോൾ എന്ത് ചെയ്യാം, ടി ഉള്ളിടത്തൊക്കെ നമുക്ക് എന്താക്കാം, മൈനസ് ടി എന്നാക്കാം. അപ്പോൾ കോസ് ഓഫ് മൈനസ് ടി പ്ലസ് സൈൻ ഓഫ് മൈനസ് ടി പ്ലസ് കോസ് ഓഫ് മൈനസ് ടി ഇൻറ്റു സൈൻ ഓഫ് മൈനസ് ടി. ഇനി നമുക്ക് ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കോസിൻ്റെ പ്രത്യേകത, കോസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത, കോസ് ഓഫ് പ്ലസ് ടി ആയാലും കോസ് ഓഫ് മൈനസ് ടി ആയാലും അത് കോസ് ടി തന്നെയാണ്. അപ്പോൾ എന്ത് വരും, ഇത് കോസ് ടി എന്നാവും. ഇനി മറിച്ച് സൈൻ ഓഫ് മൈനസ് ടി അല്ലെങ്കിൽ സൈൻ ഓഫ് പ്ലസ് ടി എന്ന് പറയുന്നത്, സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ഓഫ് ടി ആണ്. അപ്പോൾ മൈനസ് സൈൻ ടി എന്നായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, കോസ് ഓഫ് മൈനസ് ടി പ്ലസ് കോസ് ടിയും സൈൻ ഓഫ് മൈനസ് ടി മൈനസ് സൈൻ ടി ആവും. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് മൈനസ് ടി. ഇനി നമുക്ക് ആദ്യം ഈവൻ കമ്പോണൻറ്റ് കാണാം. ഈവൻ കമ്പോണൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ഓൾ ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഓഫ് ടിയുടെ പ്ലേസിൽ കോസ് ടി പ്ലസ് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി ഓൾ ബൈ 2. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഉണ്ടോ എന്ന് നോക്കാം. സൈൻ ടി മൈനസ് സൈൻ ടി പോവും, കോസ് ടി സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി പോവും. ബാക്കിയുള്ളത് കോസ് ടി പ്ലസ് കോസ് ടി, അതായത് 2 കോസ് ടി ബൈ 2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക കോസ് ടി എന്ന് കിട്ടും. 2 കോസ് ടി ബൈ 2 കോസ് ടി എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. ഓഡ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ സെൻറ്ററിലെ സൈൻ എന്താവും, മൈനസ് ആവും. എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. എഗെയിൻ എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് മൈനസ് ടിയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ഉണ്ട്. സോ എക്സ് ഓഫ് മൈനസ് ടിയിലത്തെ എല്ലാ ടേംസിൻ്റെയും ഓപ്പോസിറ്റ് സൈൻ വേണം കൺസിഡർ ചെയ്യാൻ. പ്ലസ് കോസ് ടി എന്നുള്ളത് മൈനസ് കോസ് ടി ആവും, മൈനസ് സൈൻ ടി എന്നുള്ളത് പ്ലസ് സൈൻ ടി ആവും, അടുത്ത ടേമും പ്ലസ് കോസ് ടി സൈൻ ടി എന്നാവും. ഓൾ ബൈ 2. ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് കോസ് ടി മൈനസ് കോസ് ടി പോയി. ബാക്കി 2 സൈൻ ടി ടേംസും ഉണ്ട്, 2 കോസ് ടി സൈൻ ടി ടേംസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 എന്നുള്ള ടേം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി, കോമൺ ആയിട്ടുള്ള ടേംസിനെ ബ്രാക്കറ്റിൽ എഴുതാം. ഓൾ ബൈ 2. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആവും. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി. ഇതാണ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ. ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് സിഗ്നൽ, അതായത് എക്സ് ഓഫ് എന്നിൻ്റെ കണ്ടുപിടിക്കണം. അത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഈ സിഗ്നൽ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഒരു ആരോ ഹെഡ് ഉണ്ട്. ഈ ആരോ ഹെഡിൻ്റെ പ്രത്യേകത അത് 0th പൊസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചില സിഗ്നൽസിൽ അല്ലെങ്കിൽ ചില സീക്വൻസിൽ ഈ ആരോ ഹെഡ് തരില്ല. അപ്പോൾ അങ്ങനെ ആരോ ഹെഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ അല്ലെങ്കിൽ വാല്യൂവിനെയാണ് നമ്മൾ 0th പൊസിഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആരോ ഹെഡ് തന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് കിടക്കുന്നത് ആരാണോ അതാണ് 0th പൊസിഷൻ. അതല്ല ആരോ ഹെഡ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് 0th പൊസിഷൻ. അപ്പോൾ ഈ സീക്വൻസിൻ്റെ 0th പൊസിഷൻ്റെ റൈറ്റ് സൈഡൊക്കെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള പൊസിഷൻസ് ആയിരിക്കും. 1 0ന് തൊട്ടടുത്ത് 1 പിന്നെ 2. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ -1ഉം -2 എന്നുള്ള പൊസിഷൻസ് ആയിരിക്കും. നമ്മൾ ആക്സിസ് ഒക്കെ വരയ്ക്കുമ്പോൾ 0 1 2 3 അങ്ങനെ വാല്യൂസ് എടുക്കും. ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ -1 -2 അങ്ങനെ കൺസിഡർ ചെയ്യും. അതാണ് ഈ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എക്സ് ഓഫ് മൈനസ് എൻ എഴുതണം. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഈ പൊസിഷൻസ് നമുക്കൊന്ന് എടുത്തെഴുതാം. 0th പൊസിഷനിലുള്ള വാല്യൂ 2 ആണ്.
ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ -1 ആണ്. സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ 3 ആണ്. -1 എന്നുള്ള പൊസിഷനിലുള്ള വാല്യൂ 1 ആണ്. -2ൻ്റെ പൊസിഷനിൽ -2 ആണ്. അപ്പോൾ ഇത്രയാണ് ഈ സീക്വൻസിലെ വാല്യൂസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഓഫ് -0 നോക്കാം. എക്സ് ഓഫ് -0 എന്ന് പറയുന്നതും എക്സ് ഓഫ് 0 എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. പിന്നെ എക്സ് ഓഫ് -1 അല്ല, എക്സ് ഓഫ് -n ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ ഞാൻ എത്ര കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ എക്സ് ഓഫ് 1ൻ്റെ പ്ലേസിൽ എത്രയാ? എക്സ് ഓഫ് 1ൻ്റെ പ്ലേസിൽ -1. അപ്പോൾ അതാണ് നമ്മുടെ എക്സ് ഓഫ് -1. ഇപ്പോൾ എത്രയായി? -1. എന്നിനെ മാത്രം നോക്കിയാൽ മതി. സൈൻ നമ്മൾ -nൻ്റെ ആ മൈനസാണ്. പകരം വാല്യൂസ് നോക്കാം. എക്സ് ഓഫ് മൈനസ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണ്? 1. അപ്പോൾ എക്സ് ഓഫ് 1ൻ്റെ പൊസിഷനിലുള്ള വാല്യൂ ആണ് ഇവിടെ വരിക, അതായത് -1. ഇനി എക്സ് ഓഫ് -2, അതായത് എക്സ് ഓഫ് 2 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന ആൾ, അതെത്രയാ? 3. ഇനി എക്സ് ഓഫ് പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ളത് -1ഉം -2ഉം പൊസിഷൻസ് കഴിഞ്ഞു. ഇനിയുള്ളത് +1ഉം +2 ഉണ്ട്. അപ്പോൾ എക്സ് ഓഫ് +1 എന്ന് ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? n എന്തായിരിക്കണം? -1 ആയിരിക്കണം അല്ലേ? n- ആണെങ്കിൽ -+ ആവും. സോ ഈ പഴയ സീക്വൻസ് അല്ലെങ്കിൽ ഒറിജിനൽ സീക്വൻസിൻ്റെ -1 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ ആണ് പുതിയ സീക്വൻസിൻ്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരിക. അപ്പോൾ എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് -1ന് ഈക്വലൻ്റ് ആണ്, അതായത് 1. പിന്നെ എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് പഴയ സീക്വൻസിൽ അല്ലെങ്കിൽ ഒറിജിനൽ സീക്വൻസിൽ എക്സ് ഓഫ് -2നോട് ഈക്വലൻ്റ് ആണ്, ആ വാല്യൂ -2. ചുരുക്കത്തിൽ എക്സ് ഓഫ് -n എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യം 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് -1 -2 എന്നുള്ള പൊസിഷനിലുള്ള വാല്യൂസ് ആണ്. -1 -2 എന്നുള്ള പൊസിഷനിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 3, -1 ആണ്. 3, -1. 0th പൊസിഷനിലുള്ള ആൾ 2 ആണ്. അവിടെ ഒരു ആരോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് പൊസിഷനിലുള്ളത് 1 ആണ്. സെക്കൻഡ് പൊസിഷനിലുള്ളത് -2 ആണ്. അത് ആ ഓർഡറിൽ തന്നെ എഴുതണം. ഓർഡർ മാറിപ്പോയാൽ മൊത്തം നമ്മുടെ സീക്വൻസ് ചേഞ്ച് ആവും. അപ്പോൾ 0 പൊസിഷന് ആദ്യം എഴുതാം, പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ആകുമ്പോൾ 1, 2 എന്ന് എഴുതാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ആകുമ്പോൾ -1 -2 എന്നുള്ള പൊസിഷൻസ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എക്സ് ഓഫ് -n കണ്ടുപിടിച്ചു, എക്സ് ഓഫ് n നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഈവൻ കമ്പോണൻറ്റ് കാണാം. എക്സ് ഈവൻ ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് n പ്ലസ് എക്സ് ഓഫ് -n/2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് പൊസിഷൻസിലുള്ള ആൾക്കാർ തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ -2 പൊസിഷനിൽ ആരുണ്ട്? -2. ഇവിടുത്തെ -2 പൊസിഷനിൽ 3 ഉണ്ട്. അപ്പോൾ -2 + 3 ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 -1. പിന്നത്തെ പൊസിഷനിൽ 2 + 2. പിന്നത്തെ പൊസിഷനിൽ -1 + 1. ലാസ്റ്റ് വൺ 3 - 2. all divided by 2. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 3 - 2 1 1/2 0.5. അടുത്തത് 1 - 1 0 0/2 0. 2 + 2 4 4/2 2. പിന്നത്തെ -1 + 1 0/2 0. 3 - 2 1/2 0.5. ഇതാണ് നമ്മുടെ എക്സ് ഈവൻ ഓഫ് n. ഇനി ഇതേപോലെ ആര് കണ്ടുപിടിക്കണം? എക്സ് ഓഡ് ഓഫ് n കണ്ടുപിടിക്കണം. എക്സ് ഓഡ് ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് n, സെൻറ്ററിൽ മൈനസ് ആവും, -n/2. ഇതേപോലെ കറസ്പോണ്ടിങ് പൊസിഷൻസ് തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എക്സ് ഓഫ് n പ്ലസ് ആയിരിക്കണം, എക്സ് ഓഫ് -n ഫ്രണ്ടിൽ മൈനസും വരണം. അപ്പോൾ -2 മൈനസ്, അതായത് ഈ മൈനസ് ഇട്ടു. ഇനി എക്സ് ഓഫ് -n അവിടുത്തെ വാല്യൂ -3. അടുത്തത് 1 മൈനസ്, ഇവിടുത്തെ വാല്യൂ -1, അപ്പോൾ അത് +1 ആയി. അടുത്ത ആൾ 2 -2. ഫോർത്ത് വൺ -1 മൈനസ് E1. പിന്നത്തെ വാല്യൂ 3 -2, അപ്പോൾ +2. all by 2.
അപ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് -2 -3 -5 -5/2 -2.5 കോമ 1 + 1 1 1 + 1 2 2/2 1 2 - 2 0 അതാണ് 0th പൊസിഷൻ -1 -1 -2 -2/2 -1 3 + 2 5 5/2 2.5 അപ്പോൾ -2.5 1 0 -1 2 + 2.5 ഇത്രയാണ് എക്സ് ഓഡ് ഓഫ് എന്ന് പറഞ്ഞ സീക്വൻസ്. അപ്പോൾ എക്സ് ഈവൻ ഓഫ് എൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എക്സ് ഓഡ് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. പിന്നെ ഇതേപോലെ നമുക്ക് അടുത്ത ടൈപ്സ് അല്ലെങ്കിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസിൻ്റെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം.